സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരായ പരാതിയിൽ സിബിഐ സംഘം ക്ലിഫ് ഹൌസിലെത്തി തെളിവെടുക്കുന്നു. വി വിനോദ് ഉണ്ട് അവിടെ. വിനോദ്, സിബിഐ സംഘം നേരത്തെ MLA ഹോസ്റ്റലിൽ ഉൾപ്പെടെ പരിശോധനയൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ സംഘം ക്ലിഫ് ഹൌസിലും എത്തിയിരിക്കുന്നു. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? ഇപ്പോൾ സിബിഐ സംഘമാണ് ക്ലിഫ് ഹൌസിൽ തെളിവെടുപ്പ് നടത്തുന്നത്. ഇത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമം എന്ന ഒരു വിശദീകരണമാണ് അന്വേഷണ സംഘം നൽകുന്നത്. ഏതായിരുന്നാലും നേരത്തെ തന്നെ ഹൈബി ലീഡറിനെതിരെയുള്ള പരാതിയിൽ MLA ഹോസ്റ്റലിലെത്തി അന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മുറിയിൽ പരാതിക്കാരിയുമായി എത്തി തന്നെയാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. ഇപ്പോൾ ക്ലിഫ് ഹൌസിലും ഇത് സംബന്ധിച്ചുള്ള പരിശോധനയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ക്ലിഫ് ഹൌസിൽ വെച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് സോളാർ കേസിലെ പരാതിക്കാരി മൊഴി നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പരിശോധന. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അമേരിക്കയിൽ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗിക വസതിയിൽ ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ തന്നെയാണ് പരിശോധനകൾ. ഈ സമയം തന്നെ അന്വേഷണ സംഘം തിരഞ്ഞെടുത്തതും ശ്രദ്ധേയമാണ്. ഏതായിരുന്നാലും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പരാതി, അതോടൊപ്പം തന്നെ അന്നത്തെ മന്ത്രിമാർക്കും MLA മാർക്കുമെതിരെയുള്ള പരാതികൾ 5 പരാതികളാണ് ആകെ ഉള്ളത്. അതിലാണ് അന്വേഷണ സംഘത്തിന്റെ പരിശോധനകൾ നടക്കുന്നത്. നേരത്തെ തന്നെ സംസ്ഥാന പോലീസിനും ക്രൈംബ്രാഞ്ചിനും ഒക്കെ പരാതി നൽകിയിരുന്നെങ്കിലും തനിക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് കാട്ടിയാണ് പിന്നീട് CBIക്ക് ഈ കേസ് വിടണമെന്ന പരാതിക്കാരിയുടെ ആവശ്യമുണ്ടായത്. തുടർന്ന് പീഡന പരാതിയിൽ CBI അന്വേഷണം വരികയും ചെയ്തു. ഇപ്പോൾ അതിന്റെ ഭാഗമായുള്ള അന്വേഷണമാണ് നടക്കുന്നത്. സ്വാഭാവികമായും ലൈംഗിക പീഡന പരാതികളിൽ ഇത്തരത്തിൽ ഈ കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിലെത്തി തെളിവെടുക്കുക സ്വാഭാവിക നടപടിക്രമമാണ്. അതിന്റെ ഭാഗമായി ക്ലിഫ് ഹൌസിലും തെളിവെടുക്കുന്നുവെന്നാണ് CBI ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. തീർച്ചയായും വിനോദ, ഒരു സാധാരണ നടപടി അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ക്ലിഫ് ഹൌസിൽ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നതെങ്കിൽ പോലും നമുക്കറിയാം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞു, നടപടികളിലേക്ക് പോവുകയാണ്. ഇനി 1 മാസം മാത്രമാണുള്ളത്. ആ സമയത്ത് സോളാർ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതും ക്ലിഫ് ഹൌസിലൊക്കെയും അന്വേഷണ സംഘം എത്തുന്നതും ഏത് തരത്തിലായിരിക്കും ചർച്ചയാവുക? തീർച്ചയായും രാഷ്ട്രീയമായി വീണ്ടും ഒരിക്കൽ കൂടി സോളാർ കേസ് ഉയർന്നു വരുന്നത് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണെന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. വേഗത്തിൽ തന്നെ തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിയെ നിർണയിക്കും. ഏറ്റവും വേഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. ഒരുപക്ഷെ ഇന്നോ നാളെയോ എന്നുള്ള നിലയിലൊക്കെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളും നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും ഒക്കെയും വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും അവിടെ PT തോമസിന്റെ ഭാര്യ സ്ഥാനാർത്ഥിയാകും എന്ന നിലയ്ക്ക് തന്നെയാണ് കോൺഗ്രസിലും UDFിലും കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് നേരത്തെ തന്നെ നിലനിൽക്കുന്ന കേസിന്റെ ഭാഗമായി ക്ലിഫ് ഹൌസിൽ CBI സംഘം എത്തി പരിശോധന നടത്തുന്നത്. നേരത്തെ തന്നെ ഈ പരാതിക്കാരെയും കൂട്ടി MLA ഹോസ്റ്റലിലും ഇതേ തരത്തിൽ പരിശോധന നടത്തിയിരുന്നു, തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതൊരു നടപടിക്രമം എന്ന വിശദീകരണമാണ് അന്വേഷണ സംഘം നൽകുന്നത്. കാരണം പരാതിയിൽ കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന സ്ഥലത്തെത്തി തെളിവ് ശേഖരിക്കുക, അവിടെ നിന്ന് ലഭിക്കാവുന്ന തെളിവുകളും ആ കുറ്റകൃത്യം നടന്ന സ്ഥലവുമൊക്കെയും പരിശോധിക്കുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്യുന്നത് അന്വേഷണത്തിന്റെ സ്വാഭാവിക നടപടിക്രമം എന്ന ഒരു വിശദീകരണമാണ് നൽകുന്നത്. ഏതായിരുന്നാലും ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണവും ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുമെല്ലാം ഹൈക്കോടതി ദോഷ അല്ലെങ്കിൽ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ, പ്രത്യേകിച്ച് ഈ പീഡനവുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ തന്നെയും ഹൈക്കോടതി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഏതായിരുന്നാലും CBI അന്വേഷണം പീഡന പരാതിയിലാണ് അന്വേഷണം നടത്തുന്നത്. നേരത്തെ MLA ആയിരുന്ന ഹൈബി ഈഡന്റെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മുറിയിലെത്തി പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി താമസിച്ചിരുന്ന ഔദ്യോഗിക വസതിയായിരുന്ന ക്ലിഫ് ഹൌസിലാണ് പരിശോധന. ഇപ്പോൾ പിണറായി വിജയനാണ് അത് ഉപയോഗിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ചികിത്സയുടെ ഭാഗമായി സ്ഥലത്തില്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേക അനുമതി, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അനുമതി തേടിയാണ് CBI അന്വേഷണ സംഘം ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടത്തുന്നത്. ശരി, എന്തായാലും 2012 ഓഗസ്റ്റിൽ ക്ലിഫ് ഹൌസിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പരാതി. ഏതാണ്ട് 10 വർഷത്തിനിപ്പുറമാണ് കേസിൽ CBI അവിടെ ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. നേരത്തെ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ച് പരാതിക്കാരിയുടെ മൊഴിയല്ലാതെ മറ്റ് തെളിവുകളില്ല എന്ന് കണ്ട് തള്ളിയ കേസാണ്. CBI ഏറ്റെടുത്തതോടുകൂടിയാണ് ഇപ്പോൾ വീണ്ടും അവിടെ തെളിവെടുപ്പിന് സാഹചര്യം ഒരുങ്ങിയത്. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.